അയ്യപ്പേട്ട, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മലയാള വാർത്താ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചില പേരുകളാണ്. ഒന്ന് സുകുമാരൻ നായർ, മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മറ്റൊരു പേര് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതായത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ വർഗീയതക്കെതിരെ സന്ധിയില്ലാതെ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടാണ് വെള്ളാപ്പള്ളി എടുത്തത്. ക്ഷമിക്കണം, VD സതീശനത്ത്. നമുക്കറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയിപ്പോൾ ഒരു 2.5 മാസത്തെ കാലാവധി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെരുന്നയിൽ പോയത് പെരുന്നയിലെ തിണ്ണനിറങ്ങിയ കാര്യവും സതീശൻ തകരയാണെന്നും മറ്റുമുള്ള ചില പ്രതികരണങ്ങൾ സുകുമാരൻ നായരുടെയും അതുപോലെ സതീശന്റെയും ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാവുകയുണ്ടായി. എന്നാൽ സതീശൻ ഇന്നലെയും വളരെ സംയമനത്തോടുകൂടി ഉള്ള പ്രതികരണമാണ് നടത്തിയത്. അത് നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിലുണ്ടാകാൻ പോകുന്ന ഒരു പ്രത്യേകിച്ച് ഇപ്പൊ തന്നെ ഒരു ധ്രുവീകരണം, പ്രത്യേകിച്ച് ഹൈന്ദവ മുസ്ലിം വോട്ടുകളിലൊക്കെ ഒരു ധ്രുവീകരണം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായി ഒരു കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഹൈന്ദവ വോട്ടുകളിൽ BJPയിലേക്കും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് LDFിലേക്കും പോകുമെന്നാണ് പുറത്ത് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. ഈ സന്ദർഭത്തിൽ എൻ്റെ ചോദ്യം ഇതാണ്: ഈ നമ്മളെ പോക്ക്, ഈ കേരള രാഷ്ട്രീയത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഈ മതമേലധ്യക്ഷം, അതായത് സമുദായ സംഘടനകളെ നേതാക്കളിലെ തിട്ടൂരങ്ങൾക്ക് VD സതീശൻ വഴങ്ങേണ്ടതുണ്ടോ? മാത്രമല്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി പറയുന്ന ആൾക്കാർ, ഒരു കാലത്ത് VM സുധീരനെ തോൽപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അന്ന് സുധീരൻ മികച്ച വിജയം നേടി. അതുപോലെ KC വേണുഗോപാലിനെ ലോക്സഭയിൽ തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. KC വേണുഗോപാലൻ ജയിച്ചു. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ തിട്ടൂരങ്ങൾ SNDPയിലെ, അതായത് ഈഴവർ അത് അംഗീകരിക്കും. അതുപോലെ ഈ സുകുമാരൻ നായരുടെ തിട്ടൂരങ്ങളും ജൽപ്പനങ്ങളും നായർ സമുദായവും അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? അതായത് തുഫേൽ, ഇതിനകത്ത് ഇത്രയും കാര്യം തുഫേൽ പറഞ്ഞു വരുമ്പോൾ ഒറ്റ ആൻസറേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞെന്ന് പറഞ്ഞ് SNDP അദ്ദേഹം പറയുന്ന ആൾക്കൊന്ന് വോട്ട് ചെയ്യാനൊന്നും പോകുന്നു. SNDP സമുദായത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വെള്ളാപ്പള്ളി മുതലാളി, കണിച്ചുകുളങ്ങര ഇരിക്കുന്ന മുതലാളി പറഞ്ഞെന്ന് പറഞ്ഞ് SNDP സമുദായം അതേപോലെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഒരിക്കലും ചെയ്യത്തുമില്ല. അത് അഹങ്കാരത്തോടെ തന്നെ അവർ പറയും. 2, സുകുമാരൻ നായർ എന്ന് പറയുന്ന അവരുടെ നേതാവ് പറഞ്ഞാലും NSSൽ അവരുടെ ആ പറയുന്ന രീതിയിൽ അവർക്ക് സമുദായത്തിൻ്റെ നേതാവ് പറഞ്ഞെന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവർ വോട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ 2 സമുദായ നേതാക്കളും പറയുന്നത് അവരിങ്ങനെ ഒരു സൈഡിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലുള്ളവർ ചെയ്യേണ്ടത് അവർ ചെയ്യും എന്ന് VD സതീശൻ എന്ന വാക്കിന് വിലയുള്ള നേതാവ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹം ഇന്ന് നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടുള്ളത് അവസരത്തിനൊത്ത് നിറം മാറുന്ന രാഷ്ട്രീയ നേതാക്കളെയാണ്. നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ എൻ്റെ ചെറുപ്പകാലം മുതൽ പത്രം വായിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ വളരെ കുട്ടിപ്രായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇന്ന് പറയുന്നതല്ല നാളെ പലരും പറയുന്നത്. EMS പോലും ഇന്ന് പറയുന്നതല്ല നാളെ പറയും. അദ്ദേഹം ഇന്നലത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അതങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇന്ന് കാലാവസ്ഥ മാറും. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് വേണമെങ്കിൽ വളച്ചു തിരിച്ച് അദ്ദേഹം പറയും. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു മെയ്വഴക്കമാണ്. അപ്പോൾ ആ മെയ്വഴക്കം ഇല്ലാത്തത് കൊണ്ടല്ല സതീശൻ എന്ന നേതാവ് ഇത്തരത്തിൽ പറയാത്തത്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവ് വേണം എന്ന് ജനം ആഗ്രഹിക്കുന്നു. വാക്കും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകുന്ന വളരെ സ്റ്റേണായ ഒരു നേതാവിനെ വേണം എന്ന് ജനം ആഗ്രഹിക്കുന്നു. കാരണം ഈ പറയുന്ന രീതിയിൽ രണ്ടാമതൊരു ടേം കൂടെ ഒരു ഭരണം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ, കാലാവസ്ഥയിൽ, അവിടുത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഒരിക്കൽ കൂടി ഒരു ഗവൺമെന്റ് വന്നതായി തുഫേലിന് ഓർമ്മയുണ്ടോ? ഇല്ല, എൻ്റെ ഓർമ്മയിലില്ല. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2021 തുടർഭരണം ലഭിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ രണ്ടാമത് ഒരിക്കൽ കൂടെ തുടർഭരണം കിട്ടുമ്പോൾ CPM പോലും പ്രതീക്ഷിച്ചല്ല അവർക്ക് ജയിക്കാൻ കഴിയും. അപ്പോൾ അത് അവർ പോലും പ്രതീക്ഷിക്കാതെ, അത് കോവിഡ് സമയത്തിന്റെ ഇതുണ്ടായിരുന്നു, കിറ്റ് കൊടുത്ത സംഭവം ഉണ്ടായിരുന്നു, പ്രളയം, നിപ്പ, ഓക്കി പോലുള്ള കാര്യങ്ങളൊക്കെ അത് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അത് ആയിരിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി ന്യൂനപക്ഷ വോട്ട് അവർക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് അത് കിട്ടിയെന്ന് ചോദിച്ചാൽ, അതായത് CPM പോലും ഒരു വേള ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് അവർ തന്നെ അതിശയിച്ചു. കാര്യം ഈ പറയുന്ന മലപ്പുറം, കോഴിക്കോട് അവർക്ക് കിട്ടുന്നതാണ്, കണ്ണൂരും അവർക്ക് കിട്ടുന്നതാണ്. അല്ലാതെ മലപ്പുറത്തും അല്ലാതെയുള്ള ഈ പറയുന്ന മുസ്ലിം വോട്ട്
കൂടുതലുള്ള സ്ഥലങ്ങൾ. ഇപ്പം ബേപ്പൂർ അദ്ദേഹത്തിൻ്റെ മരുമകൻ ജയിച്ചു. ഒരിക്കലും അവർ വിചാരിച്ചില്ല അദ്ദേഹം ഈ റിയാസ് ജയിക്കുമെന്നുള്ളത്. റിയാസ് ഒരുപാട് തവണ നിന്നിട്ട് തോറ്റുപോയ ഒരു നേതാവാണ്. ബേപ്പൂര് ഇടതുപക്ഷത്ത് നല്ല അടുത്തലുള്ള മണ്ഡലമാണ് പക്ഷേ ബേപ്പൂർ. ഒരുപാട് VKC മുഹമ്മദ് കോയ അങ്ങനെ പല പ്രമുഖരും ജയിച്ച മണ്ഡലമാണ്. എളമരം കരീമൊക്കെ ജയിച്ച മണ്ഡലമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് പറയുന്നത്, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ന്യൂനപക്ഷ സമുദായത്തിന് അവർക്ക് തോന്നി തങ്ങളെ ഇടതുപക്ഷം സംരക്ഷിക്കുമെന്ന്. ഈ ന്യൂനപക്ഷത്തിന് അങ്ങനെ ഒരു ദീർഘവീക്ഷണമുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായം തന്നെ അവർ ഈ പറയുന്ന പോലെ അവർക്കൊരു ദീർഘവീക്ഷണമുണ്ട്. കാര്യം ആ ദീർഘവീക്ഷണത്തിൽ അവർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സെനറിയോ മൊത്തത്തിൽ ക്രിസ്ത്യൻ സമുദായം ഇടപെട്ടതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ക്രിസ്ത്യൻ സമുദായം അങ്ങനെ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ക്രിസ്ത്യൻ സമുദായം അങ്ങനെ ഇടപെട്ടിരിക്കുന്നത്. കാര്യം അവരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ കോട്ടയം, ഇടുക്കി, അവിടെ ഈ പറയുന്ന ഏരിയയിലൊക്കെ തന്നെ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ഇങ്ങനെ ഈ പറയുന്ന ഇടങ്ങളിലൊക്കെ തന്നെ BJP ശക്തമായി വളർന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സ്വാധീനം BJPക്ക് നേടിയെടുക്കാനായി BJP അവിടെ അതിനുള്ള കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇവ നമ്മൾ കണ്ടിട്ടുള്ള ജാർഖണ്ഡിലെ പിന്നെ ഈ പറയുന്ന സിസ്റ്റർമാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ള അതിക്രമം, കയ്യേറ്റം. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഇവർ പറയുന്നത് പോലെ ഇവർക്ക് ക്രിസ്ത്യൻ സമുദായവുമായി അടുക്കാനായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ല, മറ്റൊരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ 2 ദിവസം മുമ്പ് പറഞ്ഞു. മുമ്പ് അദ്ദേഹം പറഞ്ഞത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള കൂട്ടായ്മ ഐക്യമാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെയുള്ള അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഈ പറയുന്ന രീതിയിൽ ക്രിസ്ത്യൻ സമുദായം ഇപ്പം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നു. ഒന്നാം പിണറായി ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചു എന്നൊരു തോന്നൽ അവർക്ക്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന രീതിയിൽ രണ്ടാമത് ഭരണം കിട്ടിയത്. ഇത്രയും സീറ്റ് കിട്ടുമെന്നോ രണ്ടാമത് വരുന്നോ അവർ പോലും വിചാരിച്ചില്ല. അപ്പോൾ അത് വീണ് കിട്ടിയ ലോട്ടറി ആയിരുന്നു. അതിന്റെ കാരണം ന്യൂനപക്ഷം അവർക്കൊപ്പം നിന്നു എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ന്യൂനപക്ഷം അവർക്കൊപ്പം നിന്നു എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ 2 വർഷം 3 വർഷം ഇവർ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് അവർ കാണിച്ചത്. ആര്? CPM. നമുക്കിന്നും ഓർമ്മയുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് എം വി ഗോവിന്ദനും അവരുടെ പറയുന്ന എല്ലാ അവിടെ പിന്നെ നേതാക്കളും ഒക്കെ തന്നെ ഈ പറയുന്ന സ്ത്രീകളുടെ തലപ്പാവ് ധരിക്കുന്നതിന് എന്താ ഹിജാബ് ധരിക്കുന്നതുമായി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അനിൽകുമാറിന്റെ പ്രസ്താവനയൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശരി, അങ്ങനെ നിന്നോട്ടെ. അപ്പൊ അത്തരത്തിലൊരു ആദ്യത്തെ 2 വർഷം ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് ചെയ്ത് പോകുമ്പോഴാണ് ലോക്സഭാ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ ഈ പറയുന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന CPM-ന് വോട്ട് ചെയ്യേണ്ട എന്ന് ഭൂരിപക്ഷ സമുദായം ചിന്തിക്കുന്നു. അത് SNDP ചിന്തിക്കുന്നു, NSS ചിന്തിക്കുന്നു. അങ്ങനെയാണ് വോട്ട് മാറുന്നത്. അവിടെയാണ് വോട്ട് മാറുന്നത്. ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് മാറുമ്പോൾ എന്ത് പറ്റുന്നു? 19 സീറ്റും കോൺഗ്രസ് കൊണ്ടുപോകുന്നു. അല്ല, 18 സീറ്റ് UDF കിട്ടി. ഒരു സീറ്റില് ഇയാൾ വെച്ചു, നമ്മുടെ BJP ജയിച്ചു. ഒരു സീറ്റ് സ്പീക്കർ രാധാകൃഷ്ണൻ ജയിച്ചു, ആലത്തൂര്. അതായത് അയ്യപ്പേട്ട സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് മികച്ച വിജയമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ കോൺഗ്രസിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു. 18 സീറ്റാണ് UDF-ന് ലഭിച്ചത്. സുരേഷ് ഗോപി മാത്രം, അതായത് BJP സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ മത്സരിച്ച സുരേഷ് ഗോപിക്ക് നല്ല ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചു. LDF-ന് കിട്ടിയതായിട്ട് ഒരു സീറ്റാണ്. അത് കിട്ടിയത് ആലത്തൂര് രാധാകൃഷ്ണൻ, നമ്മുടെ പഴയ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ മാത്രമാണ് ജയിക്കാനായത്. അതെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ വന്നപ്പോൾ മാത്രമല്ല, നമ്മൾ പറയുമ്പോൾ ഈ പിന്നെ നമ്മൾ ഇലക്ഷൻ അനലൈസിസ് നടത്തുമ്പോഴത്തേക്കായി ഈ ലോക്സഭ ഇലക്ഷൻ ഒരു പാറ്റേൺ ഉണ്ട്, പഞ്ചായത്ത് ഇലക്ഷന് ഒരു പാറ്റേൺ ഉണ്ട്, നിയമസഭയിൽ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആലത്തൂര് ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ ജയിച്ചത് അദ്ദേഹത്തിന് ഒരു വ്യക്തിഗത പ്രഭാവം കൊണ്ടാണ്. അല്ല, ബാക്കി കോൺഗ്രസ് ജയിച്ചതെന്ന് വെച്ചാൽ കോൺഗ്രസിന് 99 MP-മാരെ കിട്ടിയത് തന്നെ ഇവിടെ നിന്നുള്ള ജയം കൂടെ ആയിരുന്നു. കാര്യം കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നാലേ കാര്യമുള്ളൂ എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അത് പ്രത്യേകിച്ച് നമുക്കറിയാം, BJPക്ക് മോഡി വിഴുങ്ങാൻ വരുന്നു, മോഡി ന്യൂനപക്ഷങ്ങളെ വിഴുങ്ങാൻ വരുന്നു. കേന്ദ്രത്തിൽ വീണ്ടും BJP അധികാരത്തിൽ ഏറാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഏകീകരണം, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായി. അതിന്റെ ഭാഗമായാണ് ഇവിടെ 18 സീറ്റ് UDF-ന് കിട്ടിയത്. പിന്നെ അതിൽ ക്രിസ്ത്യൻ മുസ്ലിം ഏകീകരണം മാത്രമല്ല, ഹിന്ദു ഏകീകരണം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ 3 അല്ല, ഹിന്ദു ഏകീകരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാണ്. ഇപ്പൊ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രകാശ് നിശ്ചയ 1000-ൽ താഴെ വോട്ടുകൾക്കാണ് ജയിച്ചത്. അവിടെ മുരളീധരനാണെന്ന് തോന്നുന്നു അന്ന് BJP-യുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത്. അത് ഹൈന്ദവ വോട്ടുകൾ നല്ല രീതിയിൽ മുരളീധരന് അനുകൂലമായി പോയി. മാത്രമല്ല, നമുക്ക് ആലപ്പുഴ എടുക്കാം. ആലപ്പുഴയിൽ കായംകുളം മണ്ഡലത്തിലും അതുപോലെ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാടും LDF സ്ഥാനാർത്ഥിയായ AM ആരിഫ് 3ാം സ്ഥാനത്തേക്ക് പോയി. ശോഭാ സുരേന്ദ്രൻ 2.5 ലക്ഷം വോട്ടാണ് പിടിച്ചത് ആലപ്പുഴയിൽ, 2.5 ലക്ഷം. അതായത് അതിനു മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷൻ, അതായത് 5 വർഷം മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മുമ്പത്തെ മഹാരാഷ്ട്രയിലെ അധ്യാപകനായ
രാധാകൃഷ്ണൻ പിടിച്ച വോട്ട് 1,00,000 1,60 1,1,4 ലക്ഷം വോട്ട് കൂടുതൽ പിടിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. എം ആരിഫ് 3ാം കായംകുളം, പ്രത്യേകിച്ച് CPM-ന്റെ ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് കായംകുളത്ത് എം ആരിഫ് 3ാം സ്ഥാനത്തേക്ക് പോയി നോക്കുമ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം കായംകുളം പ്രത്യേകിച്ച് ഹരിപ്പാട് നോക്കൂ, KC വേണു ജയിച്ചത് ആലപ്പുഴയിൽ ജയിച്ചത് KC വേണുഗോപാലാണ്. പക്ഷെ എങ്കിൽ പോലും അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും ശോഭ നന്നായിട്ട് സ്കോർ ചെയ്തു. മികച്ച രീതിയിൽ അവര് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അത് ആരിഫിന് പ്രത്യേകിച്ച് CPM-ന്റെ കോർ വോട്ടുകൾ, ഈഴവ വോട്ടുകൾ വൻതോതിൽ ശോഭാ സുരേന്ദ്രന് അനുകൂലമായി ആലപ്പുഴയിൽ പോൾ ചെയ്യപ്പെട്ടു. അതേ അവസ്ഥ തന്നെയാണ് ആറ്റിങ്ങലിൽ സംഭവിച്ചത്. തീർച്ചയായും. അപ്പൊ നമ്മളിത് പറയുമ്പോൾ ഇത് നമ്മൾ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതാണ് ലോക്സഭയിൽ പറ്റിയത്. ഇപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ വീണ്ടും VD സതീശൻ പറഞ്ഞതിലേക്ക് തന്നെ പോകാം. ഇപ്പൊ നിയമസഭ വരാൻ പോകുന്നു. അപ്പൊ അത് ഈ പറയുന്ന CPM ബുദ്ധി കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ CPM-ന് മുഖ്യമന്ത്രി പിണറായി വിജയന് മനസ്സിലായി ഭൂരിപക്ഷം അവരുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് വീരനായ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഇങ്ങനെ കൂടെ കൂട്ടിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു വേള ലോക്സഭയിൽ നഷ്ടമായ SNDP വോട്ട് കിട്ടണം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തെ കൂടെ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഒരു വേള ഇദ്ദേഹത്തിനെതിരെ തിരിച്ചു പറഞ്ഞിരുന്ന ഒരു പിണറായി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പിണറായി വിജയൻ തന്നെ കേരള തൊഗാഡിയ എന്നാണ് വെള്ളാപ്പള്ളിയെ വിശേഷിപ്പിച്ചത്. അത് മാത്രമല്ല 2006-ൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ VS അച്യുതാനന്ദൻ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു അന്തരിച്ച VS അച്യുതാനന്ദൻ. ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പല തട്ടിപ്പുകൾ പുറത്തുകൊണ്ടുവരാനും വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ഒരു CPM നേതാവും പറയാത്ത രീതിയിൽ പറഞ്ഞ വ്യക്തിയായിരുന്നു വെള്ളാപ്പള്ളി. അത് മാത്രമല്ല VS പറഞ്ഞത്. അത് മാത്രമല്ല ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് വേണ്ടി സ്തുതി പാടുകയും വെള്ളാപ്പള്ളിക്ക് അനുകൂലം വെള്ളാപ്പള്ളിയെ ആനയിച്ച് നടക്കുകയും ചെയ്യുന്ന പിണറായിയും മറ്റും അതുപോലെ CPM-ഉം ഒരു കാലത്ത് മുമ്പ് വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷമായ ഭാഷയിലൊക്കെ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയുള്ളത്, വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫിനാൻസ് കേസ് അത് കുറ്റപത്രം വരെയായി അതിന് 10 വർഷമായിട്ട് ഭരണത്തിൽ വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ ഒരു 10 അതിൽ വ്യക്തമായ തെളിവുണ്ട്, അദ്ദേഹത്തിനെതിരെ ആ കുറ്റപത്രത്തിൽ തെളിവുണ്ട്. എവിടെ? ഈ മൈക്രോ ഫിനാൻസ് കേസിൽ. അപ്പൊ അതിൽ തന്നെ തനിക്ക് രക്ഷപ്പെടണം. അതിനുവേണ്ടി വെള്ളാപ്പള്ളി ഏത് വിധേനയും പിണറായിക്കൊപ്പം നിൽക്കും. പിണറായിക്ക് എന്താ വേണ്ടത്? പിണറായിക്ക് കുറച്ച് വോട്ട് വേണം, പിണറായിക്ക് SNDP വോട്ട് വേണം. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ, 90 വയസ്സാവാറായ വെള്ളാപ്പള്ളി 90 വയസ്സാകാറായ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം വിചാരിച്ചാലോ അദ്ദേഹം പറഞ്ഞാലോ 3 പതിറ്റാണ്ടായിട്ട് അദ്ദേഹം SNDP ജനറൽ സെക്രട്ടറി. വേറെ കാര്യമുണ്ട് അയ്യപ്പേട്ട ഇതിനോടുകൂടി കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണ്. ഒരു കാലത്ത് SNDP യോഗത്തിൽ വെള്ളാപ്പള്ളിയോടൊപ്പം പ്രവർത്തിച്ച CK വിദ്യാസാഗർ എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ, അദ്ദേഹം ഈ അടുത്ത വരെ ചാനൽ ചർച്ചകളിലും മറ്റു പത്രങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ വെള്ളാപ്പള്ളിക്കെതിരെ തിരിഞ്ഞു. അത് വെള്ളാപ്പള്ളി നടത്തുന്ന ക്രമക്കേടുകളും അഴിമതിയും വെള്ളാപ്പള്ളിയുടെ കൊള്ളരുതായ്മകൾക്കെതിരെ ശക്തമായ രീതിയിൽ, അതായത് അവരുടെ സമുദായത്തിൽ നിന്ന് പോലും ശക്തമായ എതിർപ്പുകൾ വന്നു തുടങ്ങി എന്ന് വേണം ഈ കൂട്ടത്തിൽ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വെള്ളാപ്പള്ളിക്ക് ഒരു ആവശ്യം, അദ്ദേഹത്തിന് ഒരു ആവശ്യം, അത് ഒരു പാലം ഇട്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. വെള്ളാപ്പള്ളി ഒരു പാലം ഇട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പൊതുവിലൊരു പാലം. അതിലൂടെ വെള്ളാപ്പള്ളി നടേശൻ നേരെ പിണറായി വിജയനോട് ഒരു ആവശ്യം, എൻ്റെ കുറ്റപത്രത്തിലൂടെ നിങ്ങൾ എന്നെ ചതിക്കരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അല്ലാതെ അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശനോടോ ഇടതുപക്ഷത്തോടോ അദ്ദേഹത്തിന് ആഭിമുഖ്യം ഉണ്ടായിട്ടൊന്നുമല്ല. 2, ഇനി സുകുമാരൻ നായരുടെ കാര്യം. സുകുമാരൻ നായർക്കും ഈ ഫ്ലോറിൽ നമുക്ക് പറയാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്. ആ വ്യക്തിപരമായ താല്പര്യം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം വന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉറച്ച് ഈ 2 വയസ്സായ കഥാപാത്രങ്ങൾ നിൽക്കുമ്പോൾ അവർ പറയുന്ന ഒരിക്കലും അവരുടെ സമുദായങ്ങൾ കേൾക്കില്ല എന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു ആര്? VD സതീശൻ. അവിടെയാണ് VD സതീശൻ എന്ന നേതാവ് ഇപ്പോഴും താൻ ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ വർഗീയത പാടില്ല എന്ന്. ആ വർഗീയത പാടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചു എന്ന് അവർക്കൊരു ബോധ്യമുണ്ടായതിന്റെ പുറത്ത് അവരെ പിറകെ പോയ ഇവിടുത്തെ ഗവൺമെന്റ് പിന്നീട് മണത്തെറിഞ്ഞ് ലോക്സഭ പോയപ്പോൾ തിരിച്ചു വീണ്ടും ഭൂരിപക്ഷത്തിന്റെ പിറകെ വരുമ്പോൾ ഇവർക്ക് അടിസ്ഥാനപരമായി ആര് കൂടെയും ഒരു തരത്തിലുള്ള ഇതുമില്ല എന്ന് ജനത്തിന് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ VD സതീശൻ പറഞ്ഞത് വർഗീയതയ്ക്കെതിരെ അദ്ദേഹം പറയുന്നു എന്ന് പറയുന്നത് ശരി തന്നെയാണ്. അദ്ദേഹം ഈ പറയുന്ന നേതാക്കളുടെ പക്ഷത്തല്ല, അദ്ദേഹം ജനങ്ങളുടെ പക്ഷത്താണ്. ഒരു കാര്യം ഞാൻ ഇതോടുകൂടി കൂട്ടിച്ചേർക്കണം അയ്യപ്പേട്ട. കാരണം നമുക്കറിയാം, ഇപ്പൊ വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു. ഒരു റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമ പ്രവർത്തകൻ, എന്റെ സുഹൃത്താണ് റഹീസ് റഷീദ് എന്ന മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുന്നു, ഈരാറ്റുപേട്ടക്കാരനായ MSF-കാരെന്ന് വിളിക്കുന്നു. ഇതിപ്പോ AK ബാലനും നമുക്കറിയാലോ, കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് AK ബാലന്റെ ഭാഗത്തുനിന്നും രൂക്ഷമായ രീതിയിൽ ജമാഅത്ത് ഇസ്ലാമി, അതായത് UDF എന്ന ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവും. അതുപോലെ തന്നെ അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിക്കാർ ബാലനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. എന്നിട്ട് ബാലൻ
ഖുർആൻ പരിഭാഷയും പിടിച്ചുകൊണ്ടാണ് ഞാൻ ജയിലിൽ പോയാൽ ഖുർആൻ പരിഭാഷ വായിച്ചു തീർക്കുമെന്നും പറഞ്ഞ് ഖുർആൻ പരിഭാഷയുടെ കോപ്പിയും ഒക്കെ പിടിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി. ഇന്നലെ കഴിഞ്ഞ ദിവസം വേറൊരു പരാമർശം കൂടി ഇതിനോട് ആടിയന്റെയാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന. സജി ചെറിയാൻ എന്താ പറഞ്ഞത്? പക്ക വർഗീയതയല്ലേ പറഞ്ഞത്. മലപ്പുറത്തും കാസർഗോഡും ജയിച്ചവരുടെ പേര് അറിയാം. അതായത് എന്താ പറഞ്ഞ പുള്ളി? പക്ക വർഗീയതയല്ലേ പറഞ്ഞ. ഒരു ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേറിയ ഒരു മന്ത്രിയാണ് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ. സജി ചെറിയാൻ നമുക്ക് പണ്ടറിയാം. കുന്തം കുറച്ചക്കം ഭരണഘടനയെ പറ്റി കുന്തം കുറച്ചക്കം പറഞ്ഞ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോലും രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതാ യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. സജി ചെറിയാൻ പ്രസ്താവന പിൻവലിക്കണം, സജി ചെറിയാൻ നടപടി എടുക്കണം എന്ന് പറഞ്ഞു. സജി ചെറിയാൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇന്നലെ ഒരു പകൽ മൊത്തത്തിൽ ചർച്ച ചെയ്ത കാര്യമാണ്. നമ്മളെ ചാനലുകളും പത്രങ്ങളും വാർത്ത വന്നത് സജി ചെറിയാന്റെ പ്രസ്താവന ഭയങ്കര ഇതായിപ്പോയി. കാരണം ഭയങ്കര ഒരു മന്ത്രിക്ക് ചേരാത്ത ഒരു പ്രസ്താവനയായിപ്പോയി. വേറെ കാര്യം കൊണ്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അതിലെടുത്ത തീരുമാനങ്ങൾ ഇലക്ഷൻ അടുത്ത് വരികയാണ്. നേതാക്കന്മാർ പരസ്യ പ്രസ്താവനകൾ നടത്തുമ്പോൾ അവധാനതയും സൂക്ഷ്മതയും കണിശതയും പുലർത്തണം. പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇന്നലെ മാധ്യമപ്രവർത്തകർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും സജി ചെറിയാന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം ചില മാധ്യമപ്രവർത്തകർ ദേഷ്യം വന്നു ക്ഷുഭിതനാവുന്ന കാഴ്ചയാണ് കണ്ടത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്ക്, സതീശൻ പറഞ്ഞ വാക്ക് വർഗീയതയ്ക്കെതിരെ എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ചെറുപ്പക്കാർ ഒരു ചെറുപ്പക്കാരുണ്ട്, നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന നടേശൻ മുതലാളി പറഞ്ഞാൽ SNDP സമുദായം അതുപോലെ വോട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്ക്. പക്ഷെ ഒരു നിയോജക മണ്ഡലത്തിൽ ആരാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് ഇപ്പൊ ഈ പറയുന്ന രാഷ്ട്രീയവും പറയുമെങ്കിലും വ്യക്തിപരമായി വോട്ടും ഒരു വലിയ ഘടകമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കില്ല, സുകുമാരൻ നായരുടെ വാക്കും കേൾക്കില്ല. അപ്പോൾ സതീശൻ ഇന്നലെ ഈ സംസാരത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വീണ് കിട്ടിയ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു അവസരമായിരുന്നു സജി ചെറിയാന്റെ ഈ പാഴ് വാക്കുകൾ. ഏതായാലും നമുക്ക് ഇത് കൂടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം, നമ്മുടെ സംസാരം അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് VD സതീശൻ എന്ന നേതാവിന് യാതൊരു കുറവും ഉണ്ടായില്ല. അദ്ദേഹത്തിന് മാറ്റി വർദ്ധിച്ചിട്ടേ ഉള്ളൂ. കാരണം അദ്ദേഹം ഇന്നലെ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പരാമർശം പറയുന്ന അവസരത്തിൽ ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് തന്നെ ആ ദിവസത്തെ വൈകുന്നേരത്തെ ചർച്ചയിൽ അബ്ജോദ് വർഗീസ് ചോദിച്ചത് ഇവിടെയുള്ള ബാക്കിയുള്ള നേതാക്കൾ എവിടെ പോയി, യൂത്ത് കോൺഗ്രസ്സുകാർ എവിടെ പോയി, ഇവിടെ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ആരുമില്ലേ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോ. അതായത് പണ്ട് കേരള തൊഗാഡിയായെന്ന് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ വിശേഷിപ്പിച്ചപ്പോഴും VS അച്യുതാനന്ദൻ മുമ്പ് 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയപ്പോൾ CPM-ന്റെ പല സമുന്നതമായ നേതാക്കളും ഇവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ VD സതീശൻ സുകുമാരൻ സമുദായ നേതാക്കൾക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾ ഒരു അഴകുഴമ്പൻ ഒരുമാതിരി കളി, ആണും പെണ്ണും കെട്ടുകളി കളിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് അത്യന്തം ഖേദകരമാണെന്ന് പറയാതെ വയ്യ. തീർച്ചയായിട്ടും അത് ഖേദകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംരക്ഷിക്കാൻ ആ മണിക്കൂറുകൾ സംരക്ഷിച്ചില്ലെന്നേ ഉള്ളൂ. കാര്യം ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് അടുത്ത് വരുമ്പോൾ സാമുദായിക നേതാക്കളെ പിണക്കാൻ പാടില്ല. സാമുദായിക നേതാക്കളുടെ ഇവർ കരുതിയിരിക്കുന്നത് സാമുദായിക നേതാക്കൾ കൊണ്ട് സമുദായത്തിന്റെ വോട്ട് കിട്ടും, അങ്ങനെ ഒരു കൺസെപ്റ്റാണ്. വർഷങ്ങളായി ഇപ്പം രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം UDF ചെയർമാനാണ്. പറവൂർ പോലെ മണ്ഡലത്തിൽ നിന്ന് 5 തവണ ജയിച്ച ഒരു ആളാണ്. തൃക്കാക്കര ബൈ ഇലക്ഷൻ, പുതുപ്പള്ളി ഇലക്ഷൻ, പാലക്കാട് ബൈ ഇലക്ഷൻ, നിലമ്പൂർ ബൈ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ, ഇതെല്ലാം UDF ജയിച്ചതിനും തോറ്റു എങ്കിലും അവര് നിലമെച്ചപ്പെടുത്തി. ഇതൊക്കെ ജയിച്ചത് ഇത് ക്രെഡിറ്റ് കിട്ടേണ്ടത് സതീശന്റെ ഒരു ഏകോപനവും ഇലക്ഷൻ സ്ട്രാറ്റജിയും അദ്ദേഹത്തിന്റെ തന്ത്രവും നമുക്ക് എടുത്തു പറയണ്ട. അപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഇപ്പൊ നിലമ്പൂർ സീറ്റ് തിരിച്ചു പിടിച്ചു. 99 സീറ്റ് ഉണ്ടായിരുന്ന ഇപ്പൊ LDF-ന്റെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു. ഭരണം പോയില്ലെങ്കിലും ഒരു സീറ്റ് നഷ്ടപ്പെട്ടു. 11,000-ൽ പരം വോട്ടുകൾക്കാണ് ആര്യാടം ഷൗക്കത്ത് അവിടെ ജയിച്ചത്. അപ്പൊ അത് സതീശന്റെ മികവ് നമ്മൾ അത് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രം, സതീശൻ എന്ന് പറയുന്ന തുഫേൽ പറഞ്ഞ പോലെ ഇലക്ഷൻ എഞ്ചിനീയർ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ പറയുന്ന 140 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. ആ എഞ്ചിനീയറിംഗ് പ്രാവർത്തികമാക്കാൻ ഇപ്പൊ സുനിൽ കനകോലു എന്ന് പറയുന്ന അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി പ്രാക്ടിക്കലായ കാര്യങ്ങളാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ പിണറായി അടങ്ങുന്ന പിന്നെ CPM-ന്റെ ചാണക്യതന്ത്രങ്ങൾ ഈ പറയുന്ന രീതിയിൽ എടുത്ത് പയറ്റാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മന്ത്രിമാരുടെ വായിൽ നിന്ന് തന്നെ ഈ നാവുപിഴ ഉണ്ടാകുമ്പോൾ അവർ തലേ കൈ വെച്ചിരിക്കുന്നതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. നമുക്ക് നോക്കാം, ഇതിന്റെ കൂടുതൽ ഡെവലപ്മെന്റ്സ് ഇനിയുള്ള മണിക്കൂറുകൾ ഉണ്ടാകും തീർച്ചയായും. അപ്പൊ നമുക്ക് വീണ്ടും ആ വിഷയം സംസാരിക്കാം.